ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഷാഹിർ മല്ലു UK. നിങ്ങൾ 2025 UK വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന മാസ്റ്റേഴ്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ട്. കോമൺലി എല്ലാവരും വരുന്ന IBM MBA പോലത്തെ മാസ്റ്റേഴ്സ് എടുത്ത് വരാതിരിക്കുക. കാരണം ചാൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണെന്നുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഏതൊക്കെ മാസ്റ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് എന്നുള്ളത്. നിങ്ങൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഹെൽത്ത് കെയർ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കിട്ടുന്ന അണ്ടർ പെയ്ഡാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പുറത്തുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് കൺട്രീസിലും മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മെയിൻലി നിങ്ങൾ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ നഴ്സിംഗ് തുടങ്ങിയ ജോലിയാണെങ്കിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുറത്തുണ്ട്. നിങ്ങൾ ഒരിക്കലും നാട്ടിൽ തന്നെ സ്റ്റക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഫസ്റ്റ് ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അത് നിങ്ങൾ നാട്ടിൽ ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് ബാച്ചിലേഴ്സ് പഠിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് MSc ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നഴ്സിംഗ് MSc നഴ്സിംഗ് കൊടുക്കുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ MSc നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NMC രജിസ്ട്രേഷനോട് കൂടിയിട്ട് തന്നെ വർക്കിലോട്ട് കയറാൻ കഴിയുന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്. അങ്ങനെ പല കോഴ്സുകളും നിങ്ങൾ നാട്ടിൽ അതിൻ്റെ ബാച്ചിലേഴ്സ് പഠിച്ചിട്ടില്ലെങ്കിലും ഇവിടെ വന്ന് പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ നെക്സ്റ്റ് വൺ, നിങ്ങൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലൂടെ വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയട്ടെ, ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി, ഏറ്റവും വലിയ ചാൻസും നല്ല സാലറി ആയിട്ടുള്ള ജോബ് കിട്ടാൻ ചാൻസ് ഉള്ളത് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസിംഗ് എന്നുള്ളതിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കുമ്പോഴാണ്. നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിനെ അല്ലെങ്കിൽ ഫിനാൻസിനോട് ഭയങ്കര താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ നോക്കുക. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ACCA കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കേണ്ട നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് 40,000 to 50,000 തീർച്ചയായിട്ടും നിങ്ങളുടെ ആനുവൽ സാലറി ആയിട്ട് മാറുന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ACCA നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 13 പേപ്പറാണ് ഇവിടെ ഉള്ളത്, 13 പേപ്പറാണ് ഇവിടെ ഉള്ളത്. ആ 13 പേപ്പറിൽ നിങ്ങൾക്ക് 4 പേപ്പർ നിങ്ങൾ BCom നാട്ടിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സംഷൻ കിട്ടും. ഇനി അതിനുശേഷം നിങ്ങൾ ഇവിടെ വന്നിട്ട് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ് എന്നുള്ള MSc ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 5 പേപ്പറും കൂടി എക്സംഷൻ കിട്ടും. ടോട്ടൽ നിങ്ങൾക്ക് 9 പേപ്പർ അവിടെ എക്സംഷൻ കിട്ടി. അപ്പോൾ ഇനി 13 പേപ്പറിൽ നിങ്ങൾക്ക് വെറും 4 പേപ്പർ മാത്രമാണ് ഇവിടെ ACCA ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് വൺ, നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ചാൻസാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് എന്നുള്ള കോഴ്സ്. ആ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ചാൻസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഇവിടെയുള്ള വെബ്സൈറ്റുകളിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ടോട്ടൽ ജോബ്സിലൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒട്ടനവധി ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ആളുകൾ ജോലിയില്ല പറയുന്നത് അവരുടെ ട്രെയിനിങ്ങും അവരുടെ ഹാർഡ് വർക്കും അവരുടെ കപ്പാസിറ്റിക്കും അനുസരിച്ചാണ് ജോലി കിട്ടുക എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് കാപ്പബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കോഴ്സാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് IT അല്ലെങ്കിൽ ടെക്നിക്കൽ മേഖലയോട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എടുക്കാവുന്ന കുറച്ച് കോഴ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, സൈബർ സെക്യൂരിറ്റിയിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇവിടെ വന്ന് എടുക്കാവുന്നതാണ്. വളരെ വലിയ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇവിടെ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം IT ഫീൽഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ ഫീൽഡ് ഇപ്പോൾ ബൂം ചെയ്തിരിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ AI ആണ്. AIയിൽ നിങ്ങൾ ഈ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയുള്ള കാലത്ത് AIയുടെ ചാൻസ് എത്രത്തോളമാണെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ, നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഇവിടെ MSc ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് നാട്ടിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് നാട്ടിലുണ്ടാക്കുക. എന്നിട്ട് ഇവിടെ വന്നൊരു പ്രൊജക്ട് മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പറയുകയാണ് തീർച്ചയായിട്ടും വലിയ ചാൻസ് ഉണ്ട്. നാട്ടിൽ ഒരുപാട് പേര് പാസ് ഔട്ട് ആവുന്നുണ്ട്, ഒരുപാട് പേര് ക്വാളിഫിക്കേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇവിടെ ഒരുപാട് ചാൻസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ജോലി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് അവിടെ എക്സ്പീരിയൻസും ഇവിടുത്തെ ഒരു MScയും കൂടി വെച്ചിട്ട് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്താൽ മതി എന്നുള്ളതാണ്. സോ ഇത്രയും MSc നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോബ് ഗ്യാരണ്ടിയോട് കൂടി പഠിക്കാൻ കഴിയുമെന്നുള്ളതാണ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ.